ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിലെ ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കായ NDPS ആക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഓരോ വീഡിയോസായിട്ട് ഇനി മുതൽ വരുന്നതാണ്. അപ്പോൾ നമ്മൾ NDPS ആക്റ്റിൽ മെയിനായിട്ട് നമ്മൾ ഏകദേശം ഒരു 3 പാർട്ടായിട്ടായിരിക്കും നമ്മൾ NDPS ആക്ടിൻ്റെ ക്ലാസ്സുകൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടൈം കളയാതെ നമ്മുടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക, നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ എന്താണ് NDPS ആക്ട്? നോർമലി നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക. NDPS ആക്ട് എന്ന് പറയുമ്പോൾ NDPS അതിൻ്റെ ഫുൾ ഫോം ആദ്യം നോക്കുക. എന്താണ്? നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട്. N എന്ന് പറയുമ്പോൾ നാർക്കോട്ടിക്സ്, D എന്ന് പറയുമ്പോൾ എന്താണ്, ഡ്രഗ്സ്, ആൻഡ് P എന്ന് പറയുമ്പോൾ സൈക്കോട്രോപിക്, S എന്ന് പറയുമ്പോൾ സബ്സ്റ്റൻസ് ആക്ട്. ഇതാണ് NDPS ആക്ട് എന്ന് പറയുന്നത്. പിന്നെ NDPS ആക്ട് നിങ്ങൾ എപ്പോൾ പറഞ്ഞാലും അതിൻ്റെ കൂടെ 1985 എന്ന് ചേർത്ത് പറയുക. കാരണം നമ്മളിപ്പോൾ ഒരു ചിലപ്പോൾ നമുക്ക് വർഷങ്ങളൊക്കെ ഇപ്പോൾ 1985, 1983, 1984 ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എത്ര പഠിച്ചിരുന്ന ആളായാലും ചിലപ്പോൾ ചിലവർക്ക് എന്ത് ചെയ്യാം, സംശയം വരാം. അപ്പോൾ എപ്പോൾ പറയുമ്പോഴും NDPS ആക്ട് 1985 എന്ന് പറയണം. അപ്പോൾ എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? NDPS ആക്ട് 1985 ആണ്. ഇവിടെ നമ്മൾ റിവൈസ് ചെയ്ത് ഇങ്ങനെ നമുക്ക് മനസ്സിലാകുന്ന അത്രയും ടൈം എന്ത് ചെയ്യും, നമ്മൾ റിവൈസ് ചെയ്ത് പറയും. അപ്പോൾ NDPS ആക്ട് 1985 എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ആക്ട് അറിയപ്പെടുന്നത്. അടുത്ത പറയുന്നത് എന്താണ്? ഇന്ത്യയിലെ മയക്കുമരുന്നുകളുടെ ഉൽപ്പാദനം, ഉപയോഗം, കൈവശം വയ്ക്കൽ, വിൽപ്പന എന്നിവയുടെ നിയന്ത്രണത്തിലായിട്ട് നിലവിലുള്ള നിയമമാണെന്ത്? ഈ ഒരു നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് 1985 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ മയക്കുമരുന്നുകളുടെ ഉൽപ്പാദനം, ഈ ഒരു നിയമം അല്ലെങ്കിൽ എന്ത് ചെയ്യും, തോന്നും പോലെ ഉൽപ്പാദിപ്പിക്കും, തോന്നും പോലെ എന്ത് ചെയ്യും, അവർ പലതും ചെയ്യും. അപ്പോൾ ഇന്ത്യയിലെ മയക്കുമരുന്നുകളുടെ ഉൽപ്പാദനം, ഉപയോഗം, കൈവശം വയ്ക്കൽ, വിൽപ്പന എന്നിവയുടെ നിയന്ത്രണത്തിനായിട്ട് നിലവിലുള്ള നിയമമാണേത്? NDPS ആക്ട് 1985 എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യം വരികയാണെങ്കിൽ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കേട്ട് വച്ചേക്കുക. അടുത്ത പോയിൻ്റ് എന്താണ്? ഈ നിയമത്തിൻ്റെ പ്രാധാന്യം. എന്താണ് ഈ നിയമത്തിൻ്റെ പ്രാധാന്യം? മയക്കുമരുന്ന് സംബന്ധിക്കുന്ന നിയമങ്ങൾ ഏകീകരിക്കുന്നതിനും ഭേദഗതി ചെയ്യുന്നതിനും വേണ്ടി നിലവിൽ വന്ന നിയമമാണിത്, നമ്മുടെ NDPS ആക്ട് 1985 എന്ന് പറയുന്നത്. ഇപ്പോൾ മയക്കുമരുന്ന് സംബന്ധിക്കുന്ന പല നിയമങ്ങളും അവ ഏകീകരിക്കുന്നതിനും അവയെ ഭേദഗതി ചെയ്യുന്നതിനും വേണ്ടി നിലവിൽ വന്ന നിയമമാണിതേ നമ്മുടെ NDPS ആക്ട് 1985 എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, മയക്കുമരുന്ന്, മറ്റ് ലഹരി പദാർത്ഥങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ നിയന്ത്രണത്തിനും കർശനമായി വ്യവസ്ഥകൾ ഉണ്ടാക്കുന്നതിനും വേണ്ടി നിലവിൽ വന്ന നിയമമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്? മയക്കുമരുന്ന്, മറ്റ് ലഹരി പദാർത്ഥങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ നിയന്ത്രണത്തിനും കർശനമായി വ്യവസ്ഥകൾ ഉണ്ടാക്കുന്നതിനും വേണ്ടി നിലവിൽ വന്ന നിയമമാണേത്? നമ്മുടെ NDPS ആക്ട് 1985 എന്ന് പറയുന്നത്. ഇതൊക്കെ ജസ്റ്റ് കേട്ടിരുന്നാൽ മാത്രം മതി. അടുത്ത പോയിന്റ് നോക്കാം. മയക്കുമരുന്ന്, മറ്റ് ലഹരി പദാർത്ഥങ്ങൾ എന്നിവയുടെ അനധികൃത കടത്തലിനു വേണ്ടി ഉപയോഗിച്ചതോ കടത്തലിൽ നിന്ന് നേടിയതോ ആയ സ്വത്ത് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നിയമമാണ്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ പഠിച്ച് പോകുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് കുറേ സെക്ഷൻസും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും വരും. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് അവിടെ സെക്ഷൻസ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ പറഞ്ഞ പോയിന്റ് എന്താണ്? മയക്കുമരുന്ന്, മറ്റ് ലഹരി പദാർത്ഥങ്ങൾ എന്നിവയുടെ അനധികൃത കടത്തലിനു വേണ്ടി ഉപയോഗിച്ചതോ കടത്തലിൽ നിന്ന് നേടിയതോ ആയ സ്വത്ത് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നിയമം. അടുത്ത് പറയുന്നത് എന്താണ്? നമുക്കിതൊക്കെ നമ്മുടെ പഴയ മലയാള സിനിമകളുമായിട്ടൊക്കെ നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോട്ടെ, നമുക്കടുത്ത് പറയാം. അടുത്ത്, മയക്കുമരുന്ന്, മറ്റ് ലഹരി പദാർത്ഥങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര കൺവെൻഷനുകളുടെ വ്യവസ്ഥകളും അവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പാക്കുന്നതിനും വേണ്ടിയുള്ള നിയമം. അപ്പോൾ നമ്മൾ അന്താരാഷ്ട്ര കൺവെൻഷനുകൾ കുറേ ഉണ്ട്. നമ്മൾ മോൺട്രിയൽ പ്രോട്ടോക്കോൾ, ക്യോട്ടോ പ്രോട്ടോക്കോൾ, ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. അതേപോലെ തന്നെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കുറേ കൺവെൻഷൻസ് ഉണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള നിയമം കൂടിയാണ് ഇത് നമ്മുടെ NDPS ആക്ട് 1985 എന്ന് പറയുന്നത്. അടുത്ത പോയിൻ്റാണ്, ഈ നിയമം ഇന്ത്യ മുഴുവൻ ബാധകമാണ്. എന്താണ്? ഈ ഒരു നിയമം ഇന്ത്യ മുഴുവൻ ബാധകമാണ്.
കൂടാതെ മറ്റ് രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്കും. ഇനി പറയുന്ന പോയിന്റ് ഞാൻ നമ്മുടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, അതും കൂടി ശ്രദ്ധിക്കുക. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലുകളിലും വിമാനങ്ങളിലുമുള്ള എല്ലാ വ്യക്തികൾക്കും, ഇൻ കേസ് ആ ഒരു കപ്പലും വിമാനവും ഇന്ത്യക്ക് പുറത്താണെങ്കിലും എന്താണ്, ഈ ഒരു നിയമം ബാധകമാണ്. ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ എനിക്കൊരു കപ്പലുമുണ്ട്, ഒരു വിമാനവുമുണ്ട്. ഞാനത് നമ്മുടെ KL രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ത്യയിലാണ് ഈ ഒരു കപ്പലും വിമാനവും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഞാൻ നേരെ ആ ഒരു കപ്പലും വിമാനവും എടുത്തുകൊണ്ട് വേറൊരു രാജ്യത്ത് പോയി. വേറൊരു രാജ്യത്ത് നിന്ന് അവിടെ ഇല്ലീഗൽ ഡ്രഗ്സ് ബിസിനസ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, നമ്മുടെ NDPS നിയമപ്രകാരം നമ്മൾ എന്താണ് കുറ്റക്കാരനാണ് എന്നാണ് ഈ ഒരു നിയമം പറയുന്നത്. അപ്പോൾ പറയുന്നത് എന്താണ്, ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലുകളിലും വിമാനങ്ങളിലുമുള്ള എല്ലാ വ്യക്തികൾക്കും, ഇൻ കേസ് കപ്പലും വിമാനവും ഇന്ത്യക്ക് പുറത്താണെങ്കിലും എന്താണ്, ഈ ഒരു നിയമം ബാധകമാണ് എന്നാണ് പറയുന്നത്. അടുത്ത് പറയുന്നത്, ഈ നിയമം പ്രാബല്യത്തിൽ വന്നതെന്നാണ് 1985 നവംബർ 14 അപ്പോൾ ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വന്നതെന്നാണ് 1985 നവംബർ 14 അപ്പോൾ ഈ ഒരു സമയത്താണ് ഈ ഒരു നമ്മുടെ NDPS ആക്ട് നിലവിൽ വന്നത്. അടുത്ത പോയിന്റ്, NDPS ആക്ട് ലോകസഭ പാസ്സാക്കിയത്. ഒരു കാര്യം ഓർക്കുക, എല്ലാ വർഷവും സെയിം ആണ്. 1985 ആണ് എല്ലാ വർഷവും. നമ്മുടെ മാസവും ദിവസവും മാത്രമേ മാറി വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് 1985 എന്ന് എപ്പോഴും പറഞ്ഞ് പഠിക്കുക. അപ്പോൾ NDPS ആക്ട് ലോകസഭ പാസ്സാക്കിയെന്നാണ് 1985 ഓഗസ്റ്റ് 23 പ്രസിഡന്റ് ഒപ്പുവെച്ചെന്നാണ് നമ്മുടെ ഓസോൺ ദിവസമായ സെപ്റ്റംബർ 16 നമ്മുടെ പ്രസിഡന്റ് ഒപ്പുവെച്ചത്. അപ്പോൾ NDPS ആക്ട് പ്രസിഡന്റ് ഒപ്പുവെച്ചെന്നാണ് ഓസോൺ ദിനമായ സെപ്റ്റംബർ 16 അപ്പോൾ നമ്മുടെ NDPS ആക്ട് നിലവിൽ വന്നതെന്നാണ് 1985 നവംബർ 14 അപ്പോൾ NDPS ആക്ട് നിലവിൽ വന്നതെന്നാണ് 1985 നവംബർ 14. ബിൽ അംഗീകരിച്ച പ്രസിഡന്റ് ആരാണ്? അത് ഗ്യാനി സെയിൽ സിംഗ് ആണ്. അപ്പോൾ ബിൽ അംഗീകരിച്ച പ്രസിഡന്റ് ആരാണ്? അത് ഗ്യാനി സെയിൽ സിംഗ് ആണ്. അപ്പോൾ ഒന്നുകൂടി പറയാം, NDPS ആക്ട് 1985 ലോകസഭ പാസ്സാക്കിയത് ഓഗസ്റ്റ് 23, പ്രസിഡന്റ് ഒപ്പുവെച്ചത് സെപ്റ്റംബർ 16, നേരത്തെ പറഞ്ഞു ഓസോൺ ദിവസമാണ്. അടുത്ത് ആക്ട് നിലവിൽ വന്ന എന്നാണ്? നവംബർ 14. ബിൽ അംഗീകരിച്ച പ്രസിഡന്റ് ആരാണ്? അത് ഗ്യാനി സെയിൽ സിംഗ് ആണ്. ഒന്നുകൂടി പറയാം, NDPS ആക്ട് ലോകസഭ പാസ്സാക്കിയത് ലോകസഭ ഓഗസ്റ്റ് 23, ലോകസഭ NDPS ഓഗസ്റ്റ് 23. പ്രസിഡന്റ് ഒപ്പുവെച്ചെന്നാണ്? ഓസോൺ ദിനം സെപ്റ്റംബർ 16. ആക്ട് നിലവിൽ വന്നത് എന്നാണ്? നവംബർ 14. ബിൽ അംഗീകരിച്ച പ്രസിഡന്റ് ആരാണ്? അത് ഗ്യാനി സെയിൽ സിംഗ് ആണ്. ജ്ഞാനി എന്നറിയപ്പെടുന്ന ഗ്യാനി സെയിൽ സിംഗ് ആണ് എന്ത്? ബിൽ അംഗീകരിച്ച പ്രസിഡന്റ്. പ്രസിഡന്റ് ഒപ്പുവെച്ചതെന്നാണ്? സെപ്റ്റംബർ 16. ആക്ട് നിലവിൽ വന്നത് നവംബർ 14. ലോകസഭ പാസ്സാക്കിയത് ഓഗസ്റ്റ് 23. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത NDPS ആക്ട് പ്രകാരം ഓരോ അളവുകളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ചെറിയ അളവ്? എന്താണ് ചെറിയ അളവ്? സിമ്പിളാണ്. നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗിക ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ വ്യക്തമാക്കിയ ഒരളവുണ്ട്. ആ അളവിനേക്കാൾ കുറഞ്ഞ ഏതൊരളവിനെയും എന്തെന്ന് പറയുന്നു? ചെറിയ അളവ് എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗിക ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ വ്യക്തമാക്കിയ ഒരളവുണ്ട്. ആ അളവിനേക്കാൾ കുറഞ്ഞ ഏതൊരളവിനെയും എന്തെന്ന് പറയും? അത് ചെറിയ അളവെന്ന് പറയും. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ വിജ്ഞാപനത്തിലൂടെ പുറത്തിറക്കിയ ഏതൊരളവിനേക്കാളും ചെറിയ ഒരളവിനെ പറയുന്ന പേരാണെന്ത്? അതിനെയാണ് നമ്മൾ ചെറിയ അളവെന്ന് പറയുന്നത്. അടുത്ത പറയുന്നത് വാണിജ്യ അളവ്. സിമ്പിളാണ്. എന്തായിരിക്കും? കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗിക ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ വ്യക്തമാക്കിയ ഒരളവുണ്ട്. ആ അളവിനേക്കാൾ കൂടുതലായ ഏതൊരളവിനെയും എന്തെന്ന് പറയുന്നു? വാണിജ്യ അളവെന്ന് പറയുന്നു. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗിക ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ വ്യക്തമാക്കിയ ഒരളവുണ്ട്. ആ ഒരളവിനേക്കാൾ കൂടുതലായ ഏതൊരളവിനെയും എന്തെന്ന് പറയുന്നു? വാണിജ്യ അളവെന്ന് പറയുന്നു. അടുത്ത എന്താണ് ചരസ്? എന്താണ് ചരസ്? അസംസ്കൃതവും ശുദ്ധീകരിച്ചതുമായ കഞ്ചാവ് ചെടിയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന റസിൻ അല്ലെങ്കിൽ പശയാണെന്ത്? ചരസ് എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മുടെ അസംസ്കൃതവും ശുദ്ധീകരിച്ചതുമായ കഞ്ചാവ് ചെടിയിൽ നിന്ന് കഞ്ചാവ് ചെടി അറിയാമല്ലോ, ആ ഒരു കഞ്ചാവ് ചെടിയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന റസിൻ അല്ലെങ്കിൽ ഒരു പശ ടൈപ്പ് സംഭവമാണ് എന്ത് നമ്മുടെ ചരസ് എന്ന് പറയുന്നത്. ഈ റസിൻ എന്താണ്? ഹാഷിഷ് ഓയിൽ അല്ലെങ്കിൽ ദ്രാവക ഹാഷിഷ് എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ചരസിനെ നമ്മൾ അല്ലെങ്കിൽ ഈ ഒരു റസിനെ നമ്മൾ എന്തെന്നും അറിയപ്പെടും? ഹാഷിഷ് അല്ലെങ്കിൽ ദ്രാവക ഹാഷിഷ് അല്ലെങ്കിൽ ഹാഷിഷ് ഓയിൽ എന്നും അറിയപ്പെടും. അതാണ് ചരസ് എന്ന് പറയുന്നത്. അടുത്ത പോയിട്ട് ഗഞ്ച. അപ്പോൾ എന്താണ് ഗഞ്ച? ഗഞ്ച എന്താണ്? കഞ്ചാവ് ചെടിയുടെ പൂവ് വിരിയുന്ന മുകളിലത്തെ ഭാഗം, ഇലയും വിത്തും ഒഴികെയുള്ള ഭാഗത്തെയാണ് എന്ത് ഗഞ്ച എന്ന് പറയുന്നത്. ഇപ്പോൾ ഗഞ്ച, കഞ്ചയല്ല ഗഞ്ച, ഗഞ്ച ഗഞ്ച. എന്താണ് ഗഞ്ച? കഞ്ചാവ് ചെടിയുടെ പൂവ് വിരിയുന്ന മുകളിലത്തെ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം, ഇലയും വിത്തും ഒഴികെയുള്ള ആ ഒരു ഭാഗത്തെയാണ് നമ്മുടെ ഗഞ്ച എന്ന് പറയുന്നത്. അടുത്ത് എന്താണ് കഞ്ചാവ് ചെടി? കഞ്ചാവ് ഫാമിലിയിൽ വരുന്ന ഏതൊരു ചെടിയും എന്ത് പേരിൽ അറിയപ്പെടുന്നു? കഞ്ചാവ് ചെടി എന്ന ആ ഒരു ഇതിൽ അറിയപ്പെടുന്നു. അപ്പോൾ കഞ്ചാവ് ഫാമിലിയിൽ വരുന്ന ഏതൊരു ചെടിയും എന്തിൽ ഉൾപ്പെടും? കഞ്ചാവ് ചെടി എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടും. അടുത്ത് എന്താണ് നർക്കോട്ടിക് ഡ്രഗ്? എന്താണ് നമ്മൾ NDPSൽ പറഞ്ഞ ആ ഒരു പേരിൽ തന്നെ നർക്കോട്ടിക് ഡ്രഗ്സ്. എന്താണ് നർക്കോട്ടിക് ഡ്രഗ്? എന്താണ്? കൊക്ക, കഞ്ചാവ്, കറുപ്പ്, പോപ്പി എന്നിവ കൊണ്ട് നിർമ്മിച്ചതോ ആയ മരുന്നുകളാണെന്ത് നർക്കോട്ടിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നർക്കോട്ടിക് ഡ്രഗ്സ്? കൊക്ക, കഞ്ചാവ്, കറുപ്പ്, പോപ്പി എന്നിവ കൊണ്ട് നിർമ്മിച്ചതോ ആയ മരുന്നുകളാണെന്ത് നർക്കോട്ടിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം. കൊക്ക, കഞ്ചാവ്, കറുപ്പ്, പോപ്പി എന്നിവ കൊണ്ട് നിർമ്മിച്ചതോ ആയ മരുന്നുകളാണെന്ത് നമ്മുടെ നർക്കോട്ടിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത് നമ്മൾ എന്താണ്? സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ. എന്താണ് സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ? തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ സൈക്കോ ലെവലിൽ ആ ഒരു രീതിയിൽ അങ്ങ് ഓർമ്മിച്ച് വയ്ക്കുക. എന്താണ് സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ? തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നതും പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ വരുന്നതുമായ മരുന്നുകൾ. അപ്പോൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കും, അതേപോലെ തന്നെ എന്ത് ചെയ്യും? പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ വരുത്തും. ആ ഒരു മരുന്നുകളെ പറയുന്ന പേരാണെന്ത്? സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ. ആ ഒരു പേരിൽ തന്നെ ഉണ്ട് സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ. അപ്പോൾ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നതും പെരുമാറ്റത്തിൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അയാളുടെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ വരുന്നതുമായ മരുന്നുകളാണെന്ത്? സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ. അപ്പോൾ ഇതാണെന്ത്? സൈക്കോട്രോപിക് പദാർത്ഥങ്ങളെന്ന് പറയുന്നത്. അടുത്തത് യൂസ് ആൻഡ് അബ്യൂസ് ഓഫ് ഡ്രഗ്സ്. മയക്കുമരുന്നുകളുടെ ഉപയോഗവും ദുരുപയോഗവും. ഇതിൽ പറയുന്നതിൽ ആ ഒരു നമ്മുടെ സെൻറ്റൻസിൽ തന്നെ മനസ്സിലാവും എന്താണ് യൂസ് ആൻഡ് അബ്യൂസ് ഓഫ് ഡ്രഗ്സ്. മയക്കുമരുന്നുകളുടെ ഉപയോഗവും ദുരുപയോഗവും. അപ്പോൾ മയക്കുമരുന്നുകൾ നല്ല കാര്യത്തിന് ഉപയോഗിക്കാം, അതേപോലെ തന്നെ എന്ത് ചെയ്യാം? അത് ദുരുപയോഗവും ചെയ്യാം. അപ്പോൾ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് മയക്കുമരുന്നുകൾ എപ്പോഴൊക്കെ നല്ല കാര്യത്തിനായി നമുക്ക് ഉപയോഗിക്കുന്നു, അതേപോലെ തന്നെ നമ്മൾ ദുരുപയോഗവും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു സെൻറ്റൻസ് നമുക്കടുത്ത് നോക്കാം. ഏതെങ്കിലും രോഗത്തെ പ്രതിരോധിക്കുന്നതിനും ആരോഗ്യ സംരക്ഷിക്കുന്നതിന് ലഹരി ഉപയോഗിക്കുന്നത് ലഹരിയുടെ ശരിയായ ഉപയോഗമായി കണക്കാക്കുന്നു. അപ്പോൾ എന്താണ്? ഏതെങ്കിലും ഒരു രോഗത്തെ പ്രതിരോധിക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു ലഹരി ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ ഡോക്ടറിൻ്റെ കുറിപ്പടിയോടെ കൂടിയാണ് നമ്മൾ ഒരു കാര്യം ഉപയോഗിക്കുന്നതെങ്കിൽ എന്താണ്? അത് ശരിയായ ഉപയോഗമായി കണക്കാക്കുന്നു. അപ്പോൾ എന്താണ്? ഒരു ഡോക്ടറിൻ്റെ കുറിപ്പടിയോടുകൂടി നമ്മളൊരു രോഗത്തെ പ്രതിരോധിക്കുന്നതിനോ അല്ലെങ്കിൽ ആരോഗ്യം സംരക്ഷിക്കുന്നതിനോ വേണ്ടിയുള്ള ലഹരി ഉപയോഗമാണെങ്കിൽ എന്താണ്? അത് ലഹരിയുടെ ശരിയായ ഉപയോഗമായി കണക്കാക്കുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ഔഷധപരമായതോ അല്ലാത്തതോ ആയ മരുന്നുകൾ ആവശ്യത്തിലധികം അളവിൽ നമ്മുടെ ശാരീരിക മാനസിക വ്യാപാരങ്ങളെ തകർക്കുന്ന രീതിയിൽ തെറ്റായി ഉപയോഗിക്കുന്നു എങ്കിൽ അത് ലഹരി വസ്തുക്കളുടെ ദുരുപയോഗമാണ്. അത് പറയുന്നത് എന്താണ്? എന്നാൽ ഔഷധപരമായതോ അല്ലാത്തതോ ആയ മരുന്നുകൾ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, ഒരു ഡോക്ടർ പറയുന്ന ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, ആ ലിമിറ്റിൽ അധികം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ശാരീരിക മാനസിക വ്യാപാരങ്ങളെ തകർക്കുന്ന രീതിയിൽ തെറ്റായി ഉപയോഗിക്കുന്നു എങ്കിൽ അതെന്താണ്? അത് ലഹരി വസ്തുക്കളുടെ ദുരുപയോഗമാണ്.
ഇപ്പോൾ പറയുമ്പോൾ ഇപ്പോൾ നിങ്ങളൊരു ഡോക്ടറിനെ കാണാൻ പോയി, അതിപ്പോൾ എന്തെങ്കിലും അതേപോലെ ലഹരിയുള്ള ഒരു പദാർത്ഥമാണ്, ഡോക്ടർ പറയുകയാണ് ഒരു 5 ദിവസം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? 5 ദിവസം ഉപയോഗിക്കുന്നു, അതങ്ങ് ആ ഒരു അസുഖം പോകുമ്പോൾ നിങ്ങളത് നിർത്തുന്നു. അത് ഒരു ദുരുപയോഗമല്ല, അത് നോർമലി ഉള്ളൊരു ഉപയോഗമാണ്. പക്ഷേ നിങ്ങൾ അതിൽ കൂടുതൽ ഈ ഒരു സംഭവം ഉപയോഗിക്കുകയാണെങ്കിൽ എന്താണ്, അത് ലഹരിയുടെ ദുരുപയോഗമാണ് എന്നാണ് NDPS ആക്ടിൽ പറയുന്നത്. അടുത്ത പോയിൻ്റാണ്, ഔഷധം എന്ന രീതിയിൽ കഴിക്കുന്ന ലഹരി വസ്തുക്കളും ഒരു നിശ്ചിത സമയപരിധിക്ക് ശേഷവും തെറ്റായ രീതിയിൽ, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമാണ്, തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നു എങ്കിൽ അതിനെയും എന്തെന്ന് പറയാം, ലഹരി വസ്തുക്കളുടെ ദുരുപയോഗമായി കണക്കാക്കുന്നതാണ്. നമ്മളിപ്പോൾ പറഞ്ഞാണ്, ഒരു ഔഷധം തരുന്നു, ഡോക്ടർ തരുന്നു, ആ ഒരു ലിമിറ്റ് കഴിഞ്ഞ് പിന്നെയും അത് ഉപയോഗിക്കുന്നതെങ്കിൽ അതെന്താണ്, അതിനെയും ലഹരി വസ്തുക്കളുടെ ഒരു ദുരുപയോഗമായി എന്ത് ചെയ്യാം, നമുക്ക് കണക്കാക്കാം. അത് ആക്ച്വലി അത് ദുരുപയോഗം തന്നെ ആണ്. ലഹരി വസ്തുക്കളുടെ ഉപയോഗം അതിൻ്റെ ആസക്തിയിലേക്ക് വഹിക്കുന്നു, ആസക്തിയിലേക്ക് വഹിക്കുന്നു. അതായത് ലഹരി വസ്തുക്കളില്ലാതെ ജീവിതം സാധ്യമല്ല എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. നമുക്കിപ്പോൾ അറിയാവുന്നതാണ്, ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. മെത്താഫെറ്റമിൻ, അതേപോലെ തന്നെ MDMA, അതേപോലെയുള്ള മാരകമായ ലഹരി വസ്തുക്കൾ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്, ഒരു പ്രാവശ്യം ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു അതിൻ്റെ ഒരു പിടി നമുക്ക് പുറത്തു വരാൻ കഴിയില്ല. ആ ഒരു അവസ്ഥയാണ് ഈ ലഹരി വസ്തുക്കളുടെ അമിതമായ ഉപയോഗം, ആ ഒരു എക്സ്ട്രീം കണ്ടീഷനിലേക്ക് അവർ എത്തിച്ചേരുന്നു. അപ്പോൾ ലഹരി വസ്തുക്കളുടെ ഉപയോഗം അതിൻ്റെ ആസക്തിയിലേക്ക് വഹിക്കുന്നു. കാരണം ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇതിൽ നിന്ന് നമുക്ക് തിരിച്ചു വരാൻ നമുക്ക് കഴിയില്ല. ആ ഒരു അവസ്ഥയാണെന്ത്, അതിൻ്റെ ആസക്തി എന്ന് പറയുന്നത്. അതായത് ലഹരി വസ്തുക്കളില്ലാതെ ജീവിതം സാധ്യമല്ല എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് ഈ ഒരു പോയിന്റ് പറയുന്നത്. ഇതൊക്കെ ജസ്റ്റ് കേട്ടിരുന്നാൽ മാത്രം മതി, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അടുത്ത പോയിന്റ്, ലഹരി വസ്തുക്കളുടെ അടിമയായി കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറുമ്പോൾ അസഹിഷ്ണുതയും വിധേയത്വവും പിന്മാറ്റ ലക്ഷണങ്ങളും കാണിക്കുന്നതിന് കാരണമാകുന്നു. നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ ഒരു മദ്യപാനിയായ ഒരാളെ നമ്മളിപ്പോൾ മദ്യപാനം മാറ്റാൻ വേണ്ടി ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടാക്കുമല്ലോ. അപ്പോൾ അയാൾ കാണിക്കുന്ന ആ ഒരു അയാളുടെ ആ ക്യാരക്ടർ ചേഞ്ച് മാത്രം നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. അതാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. ഇപ്പോൾ ഒരാൾ ലഹരി വസ്തുക്കളുടെ അടിമയായി കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറുമ്പോൾ അയാൾക്ക് എന്തൊക്കെ തോന്നാം, അയാൾക്ക് അസഹിഷ്ണുതയും വിധേയത്വവും അതേപോലെ തന്നെ എന്താണ്, പിന്മാറ്റ ലക്ഷണങ്ങളും കാണിക്കുന്നു. നല്ല ഒരു സിനിമയുണ്ട്, നമ്മുടെ വെള്ളം എന്ന് പറയുന്ന സിനിമയിൽ, ആ സിനിമയാണെന്ന് തോന്നുന്നു, വെള്ളമാണ്, ജയസൂര്യയുള്ള ആ ഒരു അഭിനയം ഉണ്ടല്ലോ, അതാണ് ഈ ഒരു പോയിന്റിൽ. ആ ഒരു സിനിമയിലെ ഏകദേശം കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു സെൻറ്റൻസിൽ, ഞാൻ ഇപ്പോൾ ഇത്രയും നേരം പറഞ്ഞ സെൻറ്റൻസിൽ കാണാൻ സാധിക്കും. അടുത്ത പോയിന്റാണ്, സഹിഷ്ണുത എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഒരു പരിധി കഴിഞ്ഞാൽ നാം സാധാരണ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതിൽ നിന്നും കൂടുതലായി ലഹരി വേണ്ടുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു എന്നതാണ്. നാം എടുക്കുന്ന അളവും സമയവും കൂടുതലാകുന്നു. ഇത് നിങ്ങളിങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവില്ല, സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഒരു ലഹരി ചെറുതായിട്ട് ഉപയോഗിക്കുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു, ആ ലഹരിയിലെ അളവ് അത് പോരാ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു ലഹരിയിലെ അളവ് കൂട്ടി വരുന്നു. അങ്ങനെ നമ്മൾ ലഹരിക്ക് അടിമയാകുന്നു. ആ ഒരു പോയിൻ്റാണ് ഈ ഒരു സെൻറ്റൻസിൽ പറഞ്ഞത്. സിമ്പിളാണ്. അടുത്ത പോയിൻ്റ് പറയുന്നത്, അതേസമയം ലഹരിയോടുള്ള ആശ്രയത്വവും 2 തരത്തിലുള്ളതാവാം. ശാരീരികമായ ആശ്രയത്വവും മാനസികമായ ആശ്രയത്വം. 2 രീതിയിൽ ഏതൊക്കെ ലഹരിയുടെ ആശ്രയത്വം ഉണ്ടാകുന്നു, ശാരീരികമായ ആശ്രയത്വവും ഉണ്ടാകുന്നു, മാനസികമായ ആശ്രയത്വവും ഉണ്ടാകുന്നു. മാനസികമായ ആശ്രയത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഏതൊരു സമയവും ഏത് അവസരത്തിലും ലഹരിയെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും അതില്ലാതെ യാതൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന മാനസിക നിലവാരത്തിലേക്ക് എത്തുക എന്നുള്ളതുമാണ്. അപ്പോൾ മാനസികമായ ആശ്രയത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, 24 മണിക്കൂർ എന്ത് ചെയ്യുന്നു, എപ്പോഴും ലഹരിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക, അത് മാത്രം, അതില്ലാതെ യാതൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നൊരു ആ ഒരു മൈൻഡിലേക്ക് എത്തിച്ചേരുന്ന ഒരു അവസ്ഥയാണെന്ത് ഇവിടെ പറയുന്നത്. എന്ന് പറയുമ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെങ്കിലും എന്ത് ചെയ്യണം, എനിക്ക് ലഹരി വേണമെന്നാണ് ഈ ഒരു നമ്മൾ ഓവർ യൂസ് ചെയ്ത ആ ഒരു മാനസികമായ അവസ്ഥയില്ല, അതാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. ഉദാഹരണം, നമ്മളെ വെള്ളത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ജയസൂര്യ ഒന്ന് ആലോചിച്ച് നോക്കിയ ആ ഒരു അഭിനയത്തിൽ കറക്റ്റായിട്ട് ഇത് പറയുന്നുണ്ട്. അടുത്ത പോയിന്റ്, കനാബിസ്, കഞ്ചാവ് പോലെയുള്ള മയക്കുമരുന്നുകൾ മാനസികമായ ആശ്രയത്വം മാത്രമാണ് ഉണ്ടാക്കുന്നത്. അതാണ് നമ്മുടെ കനാബിസ്, അതേപോലെ തന്നെ കഞ്ചാവ് പോലെയുള്ള മയക്കുമരുന്നുകൾ എന്ത് ചെയ്യുന്നു, മാനസികമായ ആശ്രയത്വം എന്ത് ചെയ്യുന്നു, ഇത് ഉണ്ടാക്കുന്നു.
അതേസമയം ഒപ്പിയം, ഹെറോയിൻ തുടങ്ങിയ ലഹരി മരുന്നുകൾ ശാരീരികവും മാനസികവുമായ ആശ്രയത്വം ഉണ്ടാക്കുന്നു. അപ്പോൾ മനസ്സിനും ശരീരത്തിനും അങ്ങനെയുള്ള ആശ്രയത്വം എന്തുണ്ടാക്കുന്നു? നമ്മുടെ ഈ ഒരു വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒപ്പിയം, ഹെറോയിൻ പോലുള്ള ലഹരി മരുന്ന് എന്ത് ചെയ്യുന്നു? അത് ശാരീരികവും മാനസികവുമായിട്ടുള്ള ആശ്രയത്വം ഉണ്ടാക്കുന്നു. കനാബിസും കഞ്ചാവും എന്താണ്? അത് നമുക്ക് മാനസികമായ ആശ്രയത്വമാണ് ഉണ്ടാക്കുന്നത്. ഇതെല്ലാം ഡേഞ്ചർ തന്നെ ആണ്. അടുത്ത പോയിന്റ് പറയുന്നത് എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇതുവഴി ഉണ്ടാകുന്നു, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇത്രയും ഇത്രയും സ്ലൈഡാണ് നമ്മൾ ഈ ഒരു പോയിന്റിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഒന്നുകൂടി പറയാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം. അപ്പോൾ NDPS ആക്ട് 1985 എന്നാണ് നമ്മൾ പറയുന്നത്. എന്താണ് NDPS ആക്ട്? നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് 1985. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് പോയിന്റ്, നമ്മുടെ ഈ ഒരു നിയമം എന്താണ്? ഇന്ത്യ മുഴുവൻ ബാധകമാണ്. കൂടാതെ മറ്റു രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്കും അതേപോലെ തന്നെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലുകളിലും വിമാനങ്ങളിലുമുള്ള എല്ലാ വ്യക്തികൾക്കും ഇൻ കേസ് കപ്പലും വിമാനവും ഇന്ത്യക്ക് പുറത്താണെങ്കിലും എന്താണ്? ഈ ഒരു നിയമം ബാധകമാണ്. അത് കഴിഞ്ഞ് പറഞ്ഞത് NDPS ആക്ട് 1985 ലോകസഭ പാസ്സാക്കിയത് ഓഗസ്റ്റ് 23, പ്രസിഡന്റ് ഒപ്പുവെച്ചത് സെപ്റ്റംബർ 16, ആക്ട് നിലവിൽ വന്നത് നവംബർ 14, ബിൽ അംഗീകരിച്ച പ്രസിഡന്റ് ഗ്യാനി സെയിൽ സിംഗ്.